ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് എംബ്രോയ്ഡറി ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫെദർ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഫെദർ സ്റ്റിച്ചിൽ 3 ടൈപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്: സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ. അപ്പോൾ ഒരുമിച്ചാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 3 ലൈൻ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ത്രെഡ് കെട്ടിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നടുക്കിലത്തെ ലൈനിൽ നിന്നാണ് നമ്മൾ നൂല് കുത്തിയെടുക്കുന്നത്. സെക്കൻഡ് ലൈൻ കേട്ടോ, സെക്കൻഡ് ലൈനിൽ നിന്നാണ് നൂല് കുത്തിയെടുത്തത്. ഇനി ഫസ്റ്റ് ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഈ സെക്കൻഡ് ലൈനിൻ്റെ അവിടേക്ക് കുറച്ച് താഴോട്ടായിട്ട് ഇതുപോലെ കുത്തിയിട്ട് ഇന്ന് വലിച്ചു കൊടുക്കാം. കണ്ടോ? ഇനി നമ്മുടെ തേർഡ് ലൈനിൽ നിന്ന് ഇതേപോലെ തന്നെ സെക്കൻഡ് ലൈനിലോട്ട് ആ ഒരു ഗ്യാപ്പ് ഏകദേശം ഒന്ന് കറക്റ്റ് ആവുന്നത് നോക്കിയിട്ട് കൊടുക്കുക. കണ്ടോ? ഇതാണ് സിംഗിൾ ഫെദർ. ഒരു വട്ടം കൂടി ചെയ്ത് നോക്കാം നമുക്ക്. ഫസ്റ്റ് ലൈനിൽ നിന്ന് സെക്കൻഡ് ലൈനിലോട്ട് കുത്തിയിട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു ഗ്യാപ്പില്ലേ, ആ ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ നല്ല സെറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്തോളൂ. കണ്ടോ? ഇപ്പം നമ്മുടെ സിംഗിൾ ഫെദർ സെറ്റായി. ഇനി നമുക്ക് ഡബിൾ ഫെദർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ സിംഗിൾ ഫെദർ ചെയ്യുമ്പോൾ ഒരെണ്ണമല്ല എടുക്കുന്നത്, അതിന് പകരം അവിടെ നിന്ന് തന്നെ 2 എണ്ണം എടുക്കാം. കണ്ടോ? ഓക്കെ, 2 എണ്ണമായി. ഇനി നമുക്കിത് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും, അതായത് തേർഡ് ലൈനിൽ നിന്നും നമ്മൾ തന്നെ ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 ലൈൻ തന്നെ എടുക്കാം കേട്ടോ. കുറച്ച് ചെറുതാക്കി ചെയ്യാണ് ഭംഗി. ഞാൻ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലുതാക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുതാക്കി ചെയ്യുന്നതാണ് ഈ സ്റ്റിച്ചിന് നമുക്ക് കൂടുതലായിട്ട് ഭംഗി തോന്നിക്കുക. അപ്പോൾ നമ്മളിതാ സിംഗിൾ ചെയ്തു, അതുപോലെ തന്നെ ഡബിൾ ചെയ്തു. ഇനിയിപ്പോൾ ട്രിപ്പിൾ എങ്ങനെയാവുമെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ? ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, 3 എണ്ണം ഉള്ളത് എടുക്കണം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് എടുത്തു, ഇനി രണ്ടാമത്തെയും അതിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ എടുക്കാം. മൂന്നാമത്തെയും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഒറ്റ ക്ലാസ്സിൽ നമ്മൾ ഫെദർ സ്റ്റിച്ചിൻ്റെ 3 ടൈപ്പാണ് പഠിച്ചത്: സിംഗിളും, ഡബിളും, ട്രിപ്പിളും. അപ്പോൾ നിങ്ങളും സ്റ്റിച്ച് ബോർഡിൽ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അത് വെച്ചിട്ട് മോട്ടിഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്, പക്ഷേ നമ്മുടെ സ്റ്റിച്ചുകൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വേറൊരു സ്റ്റിച്ച് ബോർഡ് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനും അതുപോലെ കമൻറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്, ആരി ക്ലാസ്, അതുപോലെ തന്നെ എംബ്രോയ്ഡറി, ഇതിൻ്റെയൊക്കെ വീഡിയോസാണ് നമ്മൾ ചെയ്ത് വരുന്നത്. അപ്പോൾ എല്ലാത്തിനും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റഡ്. ഇനി നമുക്ക് താഴോട്ട് കുത്തി ഇറക്കുക ആ സൂചീനെ. ദെൻ നമുക്ക് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ചെറുതായിട്ടാണ് കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ നമ്മുടെ ഫെദർ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. മോട്ടിഫിലും ചെയ്യുക, സ്റ്റിച്ച് ബോർഡിലും ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്